അപ്പം ഞാൻ ഈ കാലിൽ എന്താണ് തേക്കുന്നതെന്നും ഇത് എന്തിനാണ് തേക്കുന്നതെന്നും ഇതൊക്കെ തേച്ചിട്ട് ഈ സാനിറ്റൈസർ ബാഗുമായിട്ട് ഈ ചിരിക്കുന്ന അമ്മയോട് ടാറ്റയും പറഞ്ഞിട്ട് ഞാൻ എങ്ങടാണ് പോകുന്നതെന്ന് അറിയണ്ടേ, കാണണ്ടേ. അപ്പം നമ്മൾ പോകുന്ന വഴിയാണിത്. ഇനിയിപ്പം നമ്മൾ ഈ തോട്ടത്തേക്കൂടെ ഇറങ്ങിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അടിപൊളിയാണ്, അതിമനോഹരമായൊരു സ്ഥലത്തേക്കൂടെയാണ് നമ്മൾ പോണത്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കുഞ്ഞു കുഞ്ഞു വലരികളുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞു കുളമുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ അറിയണ്ടേ, കാണണ്ടേ. അപ്പം എന്താ ചെയ്യണ്ടേ? ഈ ഫുൾ വീഡിയോ കാണില്ലേ? ഉറപ്പായിട്ടും കാണണം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഈ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ തോട്ടവും ഈ തോട്ടത്തിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമാണ്. അപ്പോൾ ആരും കാണാതെ പോവരുതേ, മുഴുവനായിട്ട് കാണണം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റിന് ഷെയർ ചെയ്യണേ. അപ്പോൾ എന്താ കാണുമല്ലേ? കണ്ടോ, ഏലക്ക നല്ല അടിപൊളി മായമില്ലാത്ത ഒറിജിനൽ ഏലക്കയാണ് കേട്ടോ. അത് ഒറിജിനൽ ഏലക്ക. ഇത് കണ്ടോ, ഇതാണ് ഏലച്ചെടിയാണ്. ഇത് ഏലച്ചെടി. ഇത് കണ്ടോ, ഇതാണ് ഏലക്ക. കണ്ടോ, ഇത് നമ്മൾ ഈ ഏലക്ക ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ. അയ്യോ, ഞാനിപ്പോൾ വീണാണ്. ആദ്യത്തെ വിളവെടുപ്പാണ് ഇത്. ഇത് പറിച്ചു വെച്ചിരുന്നായിരുന്നു. ഇത് ആദ്യം ഇത് കാഴ്ചപ്പോൾ ഉണ്ടായിരുന്നതാണ് ഇത്. പിന്നെ ഇതിപ്പം ആയി വരുന്നതേ ഉള്ളൂ. ഒരു ചെറിയ ഇത് കണ്ടോ. ഇത് ഇന്നലെ എടുത്തോളൂ അല്ലേ? ഇത് ഇന്നലെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഒരു വൈറ്റും റെഡും ഒരു പൂവ്. ഇത് എടുക്കാറായിട്ടില്ല. അപ്പൊ ഞാൻ കാണിച്ചു തരുന്നുണ്ടോ. ഇത് മൂത്തിട്ടില്ല. ഇപ്പം ഇത് ഉണ്ടായി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയല്ലേ. ഈ പൂവും കൂടെ ആയപ്പോ നല്ല രസമുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇതാണ് ഇതിന്റെ കണ്ടോ, മൂത്തിട്ടില്ല. അപ്പൊ മൂക്കാത്തപ്പോ നമുക്കിത് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ആയി വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഇതിന് മണമൊക്കെ ആയി വരുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടോ, നമ്മൾ പറിച്ചു വെച്ചതിന്റെ ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടോ. കണ്ടോ, ഇതിന് നല്ലൊരു മധുരമാണ് കേട്ടോ. നല്ല മധുരമുണ്ട്. ഇനിയിപ്പോ ഞാനൊന്ന് അപ്പം ഇതാണ് ഏലച്ചെടി. ഇതെല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണോ. ഇതാണ് ഏലം. പിന്നെ ഇത് കുരുമുളക്, പച്ചയായിട്ടുള്ള മൂത്തിട്ടില്ല. മൊത്തം ഇങ്ങനെ കറുപ്പായി പറ്റുന്നത്. ഈ പച്ചക്കുരുമുളകും പച്ചക്കാന്താരിയൊക്കെ കൂടി നമ്മൾ ഈ ഗ്രില്ല് ചിക്കനൊക്കെ ആക്കുമ്പോഴും മീനൊക്കെ പൊളിക്കുമ്പോഴൊക്കെ ഈ പച്ച കളറിലിരിക്കില്ലേ. അപ്പോൾ ഈ പച്ചക്കുരുമുളകും പച്ചക്കാന്താരിയൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അറിയില്ലെങ്കിൽ പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഏലച്ചെടികളുണ്ട് കേട്ടോ. അതുകൊണ്ടോ, ഇതെല്ലാം ഏലച്ചെടികൾ. ഇത് ഇങ്ങനെ തന്നെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ വേറൊരു സംഭവം കാണിച്ചിട്ട്, ഞാനും ഇത് ആദ്യമായിട്ട് കാണും കേട്ടോ. ഇതെങ്ങോട്ട് വെച്ചേരട്ടെ. ആ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തേരെ, താഴ്ത്തിങ്ങനെ. ഇതാണ്, ഈ സംഭവമാണ് മലവേപ്പ് എന്ന് പറയും. മലവേപ്പ്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ തടിക്ക് നല്ല വിലയുള്ളതാണ്. അപ്പോൾ ഇതിന് ഇത് തടി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു തടിക്ക് 10,000 രൂപയൊക്കെ വരെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇതാണ് മലവേപ്പ്. ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ പോകുന്നത് നമ്മൾ ആ വനത്തിൻ്റെ അവിടെ ഒരു തോട്ടമുണ്ട്. അപ്പം റബ്ബറും കൊക്കോയും കമുകും ഒക്കെ ഉള്ളൊരു തോട്ടമാണ്. അപ്പോൾ ആ തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പുഴുവില്ലേ, തോട്ടപ്പുഴുവിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് നമ്മളിപ്പം ഒരു മരുന്ന് തേച്ചിട്ടാണ് പോകുന്നത്. ഇത് സാനിറ്റൈസറാണ്. അത് നമ്മൾ സ്റ്റോക്ക് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ ബാഗൊക്കെ സെറ്റാക്കി ഇറങ്ങാൻ നിൽക്കുവാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ ഉള്ളവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെറ്റോളും വെളിച്ചെണ്ണയും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് കാലിൽ തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 കാലിലും തേച്ച് പിടിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴു പിടിക്കത്തില്ല. അപ്പോൾ ഈ ഡെറ്റോളിൻ്റെ സ്മെല്ലും പിന്നെ എണ്ണയുടെ ആ ഒരു വഴുക്കലുള്ളതുകൊണ്ട് പുഴുവിന് കയറിപ്പോകാൻ പറ്റാത്തതായിരിക്കും അതിനൊരു റീസൺ എന്ന് പറയുന്നത്. എന്തായാലും ഞാനും ഒട്ടും മടിച്ചില്ല. ഞാനും 2 കാലയിലും അത് തേച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന അവിടുത്തെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ നോക്കി എനിക്ക് പറഞ്ഞു തരികയാണ്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഉണ്ടോ, ഒരു ക്യൂട്ടായിട്ടൊരു അമ്മയാണ്. അപ്പോൾ
ഇതൊക്കെ തേച്ചിട്ട് ദേ ഇത്രയും മതി. അപ്പൊ ഞാൻ ചെരുപ്പിലും കൂടെ തേക്കട്ടെ അമ്മയെന്ന് ചോദിച്ചപ്പോ വേണ്ട മോളെ, കാലിൽ മാത്രം മതി എന്ന് പറയാണ്. കാരണം എനിക്ക് ആ സംഭവം നല്ല പേടിയുള്ളതാണ്. പിന്നെ നമ്മളങ്ങ് അതൊക്കെ അഭിമുഖീകരിച്ച് വേണമല്ലോ പോകാൻ. അപ്പോൾ അങ്ങനെ അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ഡെറ്റോളും സാനിറ്റൈസറും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പം നമ്മളീ പോകുന്ന സ്ഥലമൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഈറ്റക്കാടുകൾ, പിന്നെ തഴയാണ്, ഇപ്പോൾ ആ കാണുന്ന തഴയാണ്. പിന്നെ സൈഡിൽ കൂടെ ഇത് വെള്ളം ഒഴുകുന്നുണ്ട്. മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഭാഗമൊക്കെ സെറ്റാക്കി. ഇത് കണ്ടോ, ഒരു പാറയാണത്. ഇത് കണ്ടോ, വരരിയാണ് കേട്ടോ. കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. വാഴ, കമുക്, തെങ്ങ് ഒക്കെ കൃഷിയൊക്കെ ഉണ്ട്. നമ്മൾ ഇനിയിപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് ഈ തോട്ടം വഴിയാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വേറൊരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ കല്ലുവാഴ എന്ന് കേട്ടിട്ടില്ലേ, അതാണ് കേട്ടോ കല്ലുവാഴ. അത് കൊലയായിട്ടില്ല. ഇത് റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇത് ഫുള്ള് റബ്ബറാണ്, വേറെ ഒന്നുമില്ല, റബ്ബർ മാത്രമേ ഉള്ളൂ. മൊത്തത്തിലൊരു സൈലൻ്റാണ്. ഭയങ്കരമായിട്ട് മനസ്സിന്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ട്, മനസ്സിനൊരു കുളിർമ, ഒരു സന്തോഷം, ഒരു എനർജി, ശരീരത്തിന് എനർജിയൊക്കെ കിട്ടുന്ന ഒരു ആംബിയൻസാണ് മൊത്തത്തിൽ പറഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനിയിപ്പം ഇതേ കണ്ടോ, ഇതൊരു ചെറിയൊരു വലരിയാണ്, ചെറിയൊരു വലരി. ഇതേ കണ്ടോ. അപ്പം ഇങ്ങനെ ഇത് ഈ സിമെൻറ്റിൻ്റെ എന്തൊരു സംഭവം ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇത് ചവിട്ടി വേണം. ഇപ്പോൾ വെള്ളം കുറവാണ്, ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ ഇങ്ങനെ പോകണം. ഇതൊക്കെ ആന ഒക്കെ ഇതാക്കിയതാണോ വെള്ളം കയറിയതാണോ ഒന്നും അറിയില്ല. കാട്ടുപന്നി ആയിരിക്കും അല്ലേ, പന്നി ഇങ്ങനെ ആക്കിയിട്ടിരിക്കുന്ന കേട്ടോ അതൊക്കെ. ഇത് കണ്ടോ, ഒരു ചെറിയ കിണറാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു വെള്ളത്തിൻ്റെ സംഭവം. കിണറായിരിക്കണം. കിണറിന് വലിയ ആഴമൊന്നും കാണില്ല, ഒരു ഓല് വരുമോ ഒക്കെ ആയിട്ട്. ഇനി മരങ്ങളില്ലാത്ത കുറച്ച് തുറസായ സ്ഥലമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കൊക്കോ മരം. കൊക്കോയൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയില്ല, കണ്ടിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവർ കുറേ കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും അറിയില്ലാത്ത നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കൊക്കോ. ഇത് പഴുത്തിട്ടില്ല, പഴുത്തായിരുന്നെങ്കിൽ നമുക്കത് പൊട്ടിച്ചിട്ട് ഇത് തിന്നു കേട്ടോ, ഇങ്ങനെ കഴിക്കാൻ പറ്റും, നല്ല മധുരമൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കായ ഉണങ്ങിയിട്ട് വിൽക്കും, അങ്ങനെയൊക്കെ. നല്ല രസമല്ലേ, നല്ല തണല്, നല്ല കൊട പോലെ തണല്, എന്ത് രസമാണ്. പണ്ട് ഞാനൊക്കെ ഇങ്ങനെ കൊക്കോ ചോട്ടിലൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, റബ്ബർ തോട്ടത്തിൽ കൊക്കോ മരത്തിന്. അപ്പോൾ നല്ല തണലല്ലേ, എനിക്കതൊക്കെയാണ്. ചേട്ടായി ചിരിക്കുമോ, MBBS ആയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ചിരിയും മറിച്ചിലൊക്കെ വരണമെങ്കിൽ ഭയങ്കര പഠിച്ചിട്ടൊന്നും ആയില്ല എന്നുള്ള രീതിയിൽ ഒരു ആക്കലൊക്കെ. അപ്പോൾ ഇതാണ് കൊക്കോ. പിന്നെ നല്ല തടം, നല്ലൊരു തടം, ഇങ്ങനെ നിരപ്പായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ അപ്പോൾ ഇതിൽ ആനയൊക്കെ ഇറങ്ങുന്നതാണ് കേട്ടോ. ഇതിൽ ചാല് അങ്ങനെ ആന പോണതാണ്. അതൊക്കെ ആന നാശകോടാലിയാക്കി. ഇതാണ് ആനച്ചാല്. ഇത് ആനച്ചാലൊന്നും അല്ല കേട്ടോ, അങ്ങനെ ചേട്ടായി പലതും പറയും, അപ്പം നിങ്ങൾ വിശ്വസിക്കണ്ട. ഇതാണ് റബ്ബർ. അതെന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിള്ളേർക്ക്, നമ്മൾ എത്രയോ കുട്ടികൾക്ക് അറിയില്ലാത്തതുണ്ടെന്നറിയോ. ഈ നെല്ല് കണ്ടിട്ടില്ലാത്ത എൻ്റെ ആങ്ങളുടെ മോക്ക്, അവളൊന്നും നെല്ല് കണ്ടിട്ടില്ല. ഇപ്പം ഇന്നാൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റബ്ബർ ഇങ്ങനെയൊക്കെ മരങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ചേട്ടൻ എപ്പോഴും കളിയാക്കുക അങ്ങനെ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ചിരട്ട വെച്ച്, ഈ ചിരട്ടയ്ക്കകത്താണ് ഇത് കണ്ടോ, ഇങ്ങനെയാണ്. ഇതാണ് ഈ റബ്ബറിൻ്റെ സെറ്റപ്പ്. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് നമ്മൾ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട്, ഇന്ന് മഴയായതുകൊണ്ട്, ഇന്നലെയൊക്കെ മഴയായിരുന്നുകൊണ്ട് വെട്ടൽ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെട്ടിയിട്ടില്ലാത്തത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തത്, ഇങ്ങനെ വെട്ടി ഈ ചിരട്ട ഇവിടെ ഒരു ചില്ല് വെക്കും. ഈ ചില്ലിനകത്തേക്ക് പാല് അങ്ങനെ വരും. ഞാൻ കാണിച്ചു തരാം, വേറെ ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്, കാണിച്ചു തരാം. എന്തോ കാണിക്കാം. അപ്പോൾ ഈ റബ്ബറിന് പാവാട ഇടുക എന്ന് പറഞ്ഞൊരു സംഭവം ഇതാണ് കേട്ടോ. പാവാട ഇട്ടെന്ന്, അതായത്
ഇത് പാവാടയല്ല. അപ്പം ഇതിപ്പോൾ എന്തോ ഷെയ്ഡ്. ഇത് പാവാടയല്ല. ആ അപ്പം ഇത് റബ്ബറിൻ്റെ പാവാടയല്ല കേട്ടോ. അപ്പം റബ്ബറിൻ്റെ പാവാട ഇടുക എന്ന് പറഞ്ഞാൽ വേറെ സംഭവമാണ്. അത് ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇത് ഷെയ്ഡാണ്. ഇതുണ്ടോ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇത് ഷെയ്ഡ് എന്നാണ് പറയുക. ഇതാണ് ആ സെറ്റപ്പ്. ഇത് അടുത്തുനിന്ന് കൊണ്ടുവന്ന് കാണിച്ച് ഇങ്ങനെ ഇതിങ്ങനെ വെച്ച് പിന്നടിച്ച് ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് ഇത് കണ്ടോ ഇങ്ങനെ വന്ന് വെട്ടി റബ്ബർ കത്തിച്ച് വെട്ടി ഇത് ഈ ചില്ല് വഴി പാലിങ്ങനെ ഇതിനകത്തേക്ക് വെച്ച് വെള്ളമുണ്ട് ഇങ്ങനെ വരും. ആ വരും വരും. അപ്പം ഇതാണ് റബ്ബറിൻ്റെ പാവാട. പാവാട ഇടുക എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അതിന് വേറൊരു പേരുണ്ടല്ലോ, പ്ലാസ്റ്റിക് ഇടുക എന്നല്ലേ. പാവാട ഇടുക, പ്ലാസ്റ്റിക് ഇടുക, അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇതാണ് അപ്പം അത് ഷെയ്ഡ്. ഇത് ഇവിടെ അല്ല, ഇന്നലെ ഇവിടെ രാത്രിയിൽ വലിയ മഴയായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞ് തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ വന്ന വഴിക്കൊക്കെ നല്ല മഴയും കാറ്റും ഇടിയൊക്കെ ആയിരുന്നു. വനത്തിൽ കൂടെ നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറിയേക്കുന്നതാണ്. ഇതെല്ലാം ആന ഇതിൽ പോകുന്നതാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം മാമലക്കണ്ടം ഇളംപ്ലാശ്ശേരി സ്ഥലത്ത് പോയതിന്റെ വിശേഷങ്ങളടങ്ങിയ വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിച്ചിരുന്ന തോട്ടവും കുറെ വിശേഷങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ താമസിച്ച വീടിന്റെ മുറ്റത്ത് കണ്ട കാര്യങ്ങളും നമ്മൾ തോട്ടത്തിലേക്ക് പോകുന്ന വഴികളും വഴിക്കുള്ള കാഴ്ചകളും തോട്ടത്തിൽ ചെന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്കായിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ പച്ചയായ മാമലക്കണ്ടം ഇളംപ്ലാശ്ശേരി വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചത് നമ്മൾ പോയ സ്ഥലത്തെക്കുറിച്ച് മാത്രമാണ്. 100% മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇളംപ്ലാശ്ശേരി മാമലക്കണ്ടം എന്ന ഗ്രാമത്തിന്റെ വിശേഷങ്ങളായിട്ട് അധികം താമസിക്കാത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ശരി, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.